അമലു സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ശബ്ദം ഓക്കെ Yes, ma'am. കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഇല്ല. ഇപ്രാവശ്യം എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്നുള്ള ലോറ മൊൾവിയുടെ എസ്സേ ആണ്. വിച്ച് ഇസ് എ വെരി സെലിബ്രേറ്റഡ് എസ്സേ, വെരി പോപ്പുലർ എസ്സേ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ടാണ് ഇന്ന് ഒരു നമ്മളുടെ ഡിസ്കഷൻ ഈ എസ്സേ ബേസ് ചെയ്തിട്ടായിരിക്കും. വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ ബൈ ലോറ മൊൾവി. ആൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റുവർട്ട് ഹാളിനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുവിധം ആ എസ്സേയിൽ അല്ലെങ്കിൽ ആ എസ്സേയുടെ ഹോൾ ജിസ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുവെങ്കിലും യു ഹാവ് ടു റീഡ് ദ എസ്സേ. മാക്സിമം ആ എസ്സേ തന്നെ ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ വായിക്കാൻ ശ്രമിക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി നോട്ട്സ് എടുത്തിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. എനിവേ ഐ വിൽ ബി ഷെയറിംഗ് ദ PPT ടു. സോ ഇപ്പം നമ്മൾ ലോറ മൾവിനെ ഈ എസ്സേ കാണാൻ പോണത് ഈ സ്ലൈഡിൽ മിക്കവാറും മൾവിന്റെ കോട്ട്സ് തന്നെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും ഗോ ഫോർ ദ ഒറിജിനൽ എസ്സേ. നമ്മൾ ക്ലാസ് എത്ര കേട്ടാലും ഒറിജിനൽ എസ്സേ മിസ് ചെയ്യാൻ പാടില്ല. സോ വിൽ മൂവ് ഓൺ ടു ദി എസ്സേ. ഇപ്പം ലോറ മൊൾവിന്റെ ഒരു ബയോ സ്കെച്ച് മാതിരി പറയുകയാണെങ്കിൽ ഷീസ് എ ബ്രിട്ടീഷ് ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് ആണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്നുള്ള അത് അവരുടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ എസ്സേയിലൂടെ തന്നെയാണ് അവർ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1973. അപ്പോൾ 1973 എഴുതപ്പെട്ടിട്ടുള്ള 1975 75 പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്ന ഒരു വിഖ്യാതമായിട്ടുള്ള ലേഖനത്തിലൂടെയാണ് അവർ വളരെ പ്രശസ്തയായിട്ടുള്ളത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ബ്രിട്ടീഷ് ഫിലിം തിയറി ജേണൽ സ്ക്രീൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫിലിം തിയറി ജേണലിലാണ് ഈ എസ്സേ പബ്ലിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ലേറ്റർ ദിസ് എസ്സേ വാസ് ഇൻക്ലൂഡഡ് ഇൻ ഹെർ കളക്ഷൻ ഓഫ് എസ്സേസ് എൻടൈറ്റിൽഡ് വിഷ്വൽ ആൻഡ് അതർ പ്ലഷേഴ്സ്. വിഷ്വൽ ആൻഡ് അതർ പ്ലഷേഴ്സ് എന്നുള്ള അവരുടെ കളക്ഷൻ ഓഫ് എസ്സേസിന്റെ അകത്തും ഈ ഒരു എസ്സേ ഉൾക്കൊള്ളിച്ചിട്ടിരുന്നു. കൂടാതെ തന്നെ ഈ എസ്സേ പല ആന്തോളജികളുടെയും ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. സോ യു കെൻ ഗോ ഫോർ ദി എസ്സേ ആൻഡ് ദാറ്റ്സ് ലൈക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗോ ഫോർ ദി എസ്സേ. നമുക്ക് PDFs അവൈലബിൾ ആണ്. ഈവൻ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ, എന്നാലും ഒന്ന് എസ്സേയിലൂടെ ഒറിജിനൽ എസ്സേയിലൂടെ കടന്നു പോകണം. So she is a British feminist film theorist. She is best known for her essay Visual Pleasure and Narrative Cinema, which was written in 1973 and which was published in 1975. It was published in British Film Theory Journal Screen. The name of the journal is Screen. And it was later appeared in a collection of her essays entitled Visual and Other Pleasures, as well as in numerous other anthologies. So ഐ ഹോപ്പ് യു ആർ ക്ലിയർ. അപ്പം ലോറ മൾവിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇതാണ്. സോ അവരുടെ ഈ ഒരു എസ്സേ ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ തിയറീസ് ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് ജാക്ക് ലക്കാൻ. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും ജാക്ക് ലക്കാന്റെയും തിയറികളാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷ്വൽ പ്ലഷേഴ്സ് എന്നുള്ള ഈ എസ്സേ. ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ തിയറീസ് ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് ജാക്ക് ലക്കാൻ. ഇപ്പൊ ലഖാനെ പറ്റി പറയാണെങ്കിലും ഫ്രോയിഡിനെ പറ്റി പറയാണെങ്കിലും വി നോ ദാറ്റ് ഇറ്റ് ഇസ് സെറ്റ് ഇൻ എ സൈക്കോഅനലിറ്റിക് ഫ്രെയിംവർക്ക്. ഒരു സൈക്കോഅനലിറ്റിക് ഫ്രെയിംവർക്കിലാണ് ഈ എസ്സേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി കൻ സീ എ ഷിഫ്റ്റ് ഫ്രം എ ഫിലിം തിയറി ടുവേർഡ്സ് എ സൈക്കോഅനലിറ്റിക് എന്താ പറയുക ക്രിറ്റിസിസം. അപ്പൊ ഫിലിം തിയറീനെ ഒരു ഷിഫ്റ്റിനെക്കാളും ഫിലിം തിയറീനെ സൈക്കോഅനലിറ്റിക് ഫ്രെയിംവർക്കിൽ ഇൻകൾക്കേറ്റ് ചെയ്യാണ് ആര് ചെയ്തിട്ടുള്ളത്? ലോറ മൾവി ചെയ്തിട്ടുള്ളത്. So it was influenced by Freud and Lacan, and Laura Mulvey successfully inculcates film theory with psychoanalysis. ഈ ഒരു എസ്സേയുടെ വളരെ
ഹൈലൈറ്റ് ആയിട്ടുള്ള വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ടേം. ദ ടേം ഇസ് മെയിൽ ഗേസ്. ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ്സ് ദിസ് എസ്സേ പോപ്പുലറൈസ് ദ ടേം മെയിൽ ഗേസ്. സത്യത്തിൽ ഇത് ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത് ജോൺ ബർജർ ആണ്. ബർജറിന്റെ വേസ് ഓഫ് സീയിങ് എന്ന് പറയുന്ന വർക്കിലാണ് ആദ്യമായിട്ട് ഗെയ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. BBC 1972 4 എപ്പിസോഡുള്ള വേസ് ഓഫ് സീയിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ജോൺ ബർജറിന്റെ. അപ്പം ഹീസ് ആൻ ആർട്ട് ക്രിട്ടിക്. അത് 72 അപ്പൊ ആ ഒരു പിന്നീട് അതൊരു ബുക്കായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് വേസ് ഓഫ് സീയിങ്. അപ്പം വേസ് ഓഫ് സീയിങ്ങിലാണ് ആദ്യമായിട്ട് ഗെയ്സ് എന്ന് പറയുന്ന മെയിൽ ഗെയ്സ് എന്ന് പറയുന്ന ടേം പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം അത് ന്യൂഡിനെ യൂറോപ്യൻ പെയിന്റിങ്ങിൽ ന്യൂഡിനെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യൂഡ് യൂറോപ്യൻ പെയിന്റിങ്ങിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോഴാണ് മെയിൽ ഗെയ്സ് എന്നുള്ള ആൺനോട്ടം എന്നുള്ള ആ ഒരു ആശയം വികസിപ്പിക്കുന്ന ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ലോറ മൾവി അതിനെ ഫിലിം തിയറിയിലേക്ക്, ഫിലിം ക്രിറ്റിസിസത്തിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ദ ടേം ബിക്കംസ് വെരി പോപ്പുലർ. സോ അങ്ങനെ ഈ ഒരു എസ്സേയുടെ ഒരു കീ പോയിന്റ് ആയിട്ട് മനസ്സിൽ കാണാനുള്ളത് മെയിൽ ഗേസ് എന്ന് പറയുന്ന ഒരു താക്കോൽ വാക്കാണ്, ഒരു കീവേഡ് ആണ് മെയിൽ ഗേസ്, ആൺനോട്ടം. വി ആർ വെരി ഫെമിലിയർ വിത്ത് ദ ടേം ഐ ഗെസ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. വിഷ്വൽ പ്ലഷേഴ്സ് ഇൻ നറേറ്റീവ് സിനിമ എന്ന ഈ എസ്സേ ആണ് മെയിൽ ഗേസ് എന്ന് പറയുന്ന ടേമിനെ പോപ്പുലറൈസ് ചെയ്തത്. ദോ ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ബർജർ ഇൻ 1972 ഇൻ ഹിസ് ബുക്ക്, അല്ലെങ്കിൽ ഇൻ ഹിസ് പ്രോജക്ട് വേസ് ഓഫ് സീയിങ്. Mulvey employs the concept of scopophilia. മറ്റൊരു കാര്യം മെയിൽ ഗേസിനെ പറ്റി പറയുന്നു. അപ്പം സ്കോപ്പോഫീലിയ എന്ന് പറഞ്ഞാൽ കാഴ്ചയിലൂടെ ഉണ്ടാവുന്ന ഒരു ഇറോട്ടിക് പ്ലഷറിനെയാണ് സ്കോപ്പോഫീലിയ കൊണ്ട് പൊതുവെ റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ മൾവി ഈ എസ്സേയിലൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, നറേറ്റീവ് സിനിമയെ പറ്റി പഠിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന മറ്റൊരാശയം സ്കോപ്പോഫീലിയാണ്. അതുപോലെ തന്നെ ഷീ ഇൻകോപ്പറേറ്റ്സ് ഫ്രോയിഡിയൻ ഐഡിയ ഓഫ് ഫാലോസെൻട്രിസം അല്ലെങ്കിൽ അത് എന്താ ഒരു പുരുഷ കേന്ദ്രീകൃതം ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഫാലോസെൻട്രിസത്തെ ഫ്രോയിഡ് മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പം ആ ഒരു ആശയത്തെയും ദിസ് ഇസ് ഫാലോസെൻട്രിക്, ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നെറേറ്റീവ് ആണ് വിഷ്വൽ നെറേറ്റീവ് അല്ലെങ്കിൽ വിഷ്വൽ നെറേറ്റീവ് സിനിമ എന്ന് മൾവി സ്റ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രോയിഡിയൻ ഐഡിയ ഫാലോസെൻട്രിസവും മൾവി ഉപയോഗിക്കുന്നുണ്ട്. സ്കോപ്പോഫീലിയ എന്നുള്ള കോൺസെപ്റ്റും മൾവി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽ ഗേസ് എന്ന് പറയുന്ന ടേമിനെ മൾവി പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. Mulvey argues that the mainstream film form is based on a patriarchal unconscious which derives pleasure from voyeurism and narcissism. അപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീം ഫിലിം അല്ലെങ്കിൽ മുഖ്യധാര സിനിമാ സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഒരു പെട്രിയാർക്കൽ അൺകോൺഷ്യസിൽ അല്ലെങ്കിൽ ഒരു ആണബോധത്തിൽ നിൽക്കുന്ന ഒരു 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 പരിപാടിയാണ് മെയിൻ സ്ട്രീം ഫിലിം എന്നാണ് മൾവിയുടെ ആർഗ്യുമെന്റ്. ഇറ്റ് ഡിറൈവ്സ് പ്ലഷർ ഫ്രം വോയറിസം ആൻഡ് നാർസിസം. ഇപ്പൊ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലഷർ ഇറ്റ് ഈസ് ബേസിക്കലി ഫ്രം വോയറിസം ആൻഡ് നാർസിസം. വോയറിസം എന്താണെന്നറിയാം അല്ലേ? വോയറിസം ഈസ് ഓൾസോ നമ്മള് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നതിന് വളരെ സിമിലർ ആയ ഒരു ടേമാണ് വോയറിസം. കാഴ്ചയിലൂടെ ഉണ്ടാകുന്ന സെക്ഷൽ പ്ലഷറിനെയാണ് നമ്മൾ സ്കോപ്പോഫീലിയ എന്ന് പറയുന്ന. അതേമാതിരി തന്നെ വോയറിസം എന്ന് പറയുന്ന ഈ പീപ്പിംഗ് ടോം എന്നുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു കാഴ്ചയിലൂടെ ഒളിഞ്ഞു നോട്ടം എന്നുള്ള ഒരു ഐഡിയയാണ് വോയറിസം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ നാർസിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു സെൽഫിനെ കണ്ടുകൊണ്ട്, ആത്മരതി എന്ന് മലയാളത്തിൽ പറയും, സെൽഫിനെ കണ്ടിട്ട് സന്തോഷിക്കുക, അല്ലെങ്കിൽ പ്ലഷർ ഫ്രം വാച്ചിങ് വൺ സെൽഫ് അല്ലെ, അല്ലെങ്കിൽ എൻജോയിങ് വൺ സെൽഫ്. So Mulvey പറയുന്നത്, she argues that mainstream film form is based on a patriarchal unconscious which derives pleasure from voyeurism and narcissism. Hope you're clear. Okay അല്ലേ? ശബ്ദവും okay അല്ലേ? Can you hear me? Okay, fine. So shall we move on? അടുത്ത എസ്സേന്റെ സ്ട്രക്ചറിനെ പറ്റി ഒന്ന് പറയാം. ഇത് മൾവി ഇങ്ങനെയാണ് ഈ എസ്സേ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് എൻ ഇൻട്രൊഡക്ഷൻ, പിന്നെ പ്ലഷർ ഇൻ ലുക്കിംഗ് / ഫാസിനേഷൻ വിത്ത് ദ ഹ്യൂമൻ ഫോം എന്ന് പറയുന്ന ഒരു പാർട്ട് വരുന്നുണ്ട്. പിന്നെ വുമൺ ആസ് ഇമേജ്, മാൻ ആസ് ദ ബെയറർ ഓഫ് ലുക്ക്,
സമ്മറി. ഓ മൈ ഗോഡ്, ചെറിയൊരു തകരാറ് വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഞാൻ എഡിറ്റ് ചെയ്ത വേർഷൻ അല്ല PPT എന്താ സേവ് ചെയ്തിട്ടുണ്ടായേ. ഓക്കെ, എനിവേ, അപ്പം ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പം പിന്നെ രണ്ടാമത് വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പ്ലഷർ ഇൻ ലുക്കിംഗ്, ഫാസിനേഷൻ വിത്ത് ദ ഹ്യൂമൻ ഫോം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പിന്നെ അടുത്ത ഒരു ഭാഗം വുമൺ ആസ് ഇമേജ്, മാൻ ആസ് ബെയറർ ഓഫ് ദ ലുക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതേമാതിരി അടുത്തതെന്ന് പറഞ്ഞാൽ സമ്മറി ആണ്. സമ്മറി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നത് ഈ ഒരു എസ്സേയുടെ ഒരു ആകത്തുക, ഒരു എന്താ പറയാ, ഒരു കൺസൈസ് ഫോമാണ്. അപ്പം ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ദി എസ്സേ പറയുകയാണെങ്കിൽ. ഈ പ്ലഷർ ഇൻ ലുക്കിംഗ് / ഫാസിനേഷൻ വിത്ത് ഹ്യൂമൻ ഫോം എന്ന് പറയുന്നതിന് വീണ്ടും 2 സബ് ടൈറ്റിലും കൂടി മൾവി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ കോട്സിൽ ഇട്ടിരിക്കുന്നതെല്ലാം തന്നെ മൗൾവിയുടെ തന്നെ പ്രധാനപ്പെട്ട എസ്സേ എന്നുള്ള ഒരു എക്സ്ട്രാക്റ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വെക്കുമ്പോൾ തന്നെ നമ്മൾ എസ്സേ വായിച്ച മാതിരി നമുക്ക് എസ്സേയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു എന്താ ലൈക്ക് വെൻ യു റീഡ് ദി എസ്സേ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. അതേമാതിരി ഒരു എസ്സേ വായിച്ച കണക്കത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എനിവേ, ആദ്യം തന്നെ അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അപ്പോ മൾവി എസ്സേയിലേക്ക് നേരെ പോകുന്നതിന് തൊട്ട് മുമ്പ് മൾവി ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. സൈക്കനാലിറ്റിക് തിയറീനെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പട്രിയാർക്കൽ സൊസൈറ്റിയുടെ അബോധം ഒരു ഫിലിമിനെ രൂപപ്പെടുത്തുന്നതെന്ന് പഠിക്കാൻ പോവാണെന്നാണ്. ഒരു സൈക്കനാലിറ്റിക് തിയറിയെ ഒരു പൊളിറ്റിക്കൽ വെപ്പൺ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ ആയുധം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ അൺകോൺഷ്യസ് ഒരു ഫിലിം ഫോമിനെ സ്ട്രക്ചർ ചെയ്തെടുക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് മൾവി ഇവിടെ ചെയ്യുന്നത്. സോ ഷീ ഈസ് പുട്ടിംഗ് ഫോർവേഡ് വാട്ട് ഈസ് ദി എയിം ഓഫ് ദി എസ്സേ. The aim of the essay, in fact, the methodology as well. അപ്പം അതിനെ ഉപയോഗിക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു കീ എന്താന്ന് വെച്ചാൽ ഇവിടെ സിനിമയെ വായിക്കാൻ ഉപയോഗിക്കുന്ന കീ സൈക്കനാലിറ്റിക് തിയറിയാണ്. She uses psychoanalytic theory as a political weapon to expose how the unconscious of the patriarchal society has structured film form. അപ്പോൾ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ അബോധം എങ്ങനെയാണ് ഒരു സിനിമയുടെ രൂപത്തെ, സ്ട്രക്ചറിനെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൈക്കോ അനാലിറ്റിക് തിയറിയെ അവർ ഉപയോഗിക്കുന്നു. മൾവി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഫണ്ടമെന്റലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇമേജ് ഓഫ് കാസ്ട്രേറ്റഡ് വുമൺ ടു ഗീവ് ഓർഡർ ആൻഡ് മീനിങ് ടു ഇറ്റ്സ് വേൾഡ്. അപ്പം മൾവി പിന്നെ പറയുന്ന ഒരു പോയിന്റ് ഇതാണ്. ഒരു കാസ്ട്രേറ്റഡ് വുമൺ, കാസ്ട്രേഷൻ കോംപ്ലക്സ് ഒക്കെ നമുക്കറിയാം, കാസ്ട്രേഷൻ ഫിയർ ഒക്കെ നമുക്ക് ഏകദേശം പരിചയമുള്ള ടേം ആയിരിക്കുമല്ലോ ഫ്രോയിഡിലൂടെയൊക്കെ. അപ്പോ എന്താണ്, സ്ത്രീക്ക് ഒരു ലാക്ക് ഉണ്ടെന്ന് പറയാം അല്ലെ. ഒരു കാസ്ട്രേറ്റഡ് വുമൺ എന്ന് പറഞ്ഞാൽ തന്നെ ആണല്ലാത്ത എന്തോ അതാണ് സ്ത്രീ എന്നുള്ള ഒരു ആശയത്തിന്റെ മുകളിലാണ് ഒരു പാട്രിയാർക്കൽ നോഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമല്ലോ. അപ്പം ഒരു കാസ്ട്രേറ്റഡ് വുമണിനെ വെച്ചിട്ട് കാസ്ട്രേറ്റഡ് വുമന്റെ ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മീനിങ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്, ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് മൾവി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. She signifies lack and nothingness. She, in the sense, the woman in the film signifies lack and nothingness. Lack and nothingness. Just read it along with castration എന്നുള്ള വാക്കുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുക. She signifies lack and nothingness, thereby conferring on man her sexual opposite, the opposite attributes of presence and subjectivity. By man gains authority by virtue of woman's lack.
he also acquires an abiding fear of castration. അപ്പോ ഇവിടെ സ്ത്രീയെ മുന്നിൽ നിർത്തി അവിടെ ഒരു മീനിങ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമായിട്ടാണ് ഇവിടെ സ്ത്രീ ഉപയോഗിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ സ്ത്രീ ഒരു സിഗ്നിഫയർ മാത്രമാണ്. നമുക്ക് വി ആർ വെരി ഫെമിലിയർ വിത്ത് ദ ഐഡിയ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഐ ഗെസ്. സോ സിഗ്നിഫയർ ആയിട്ട് മാത്രമാണ് ഇവിടെ സ്ത്രീയെ ഉപയോഗിക്കുന്നത്. അവിടെ സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നുള്ള ഒറ്റ വാക്കല്ല, കാസ്ട്രേറ്റഡ് വുമൺ അല്ലെങ്കിൽ പുരുഷനല്ലാത്ത എന്തോ ഒന്ന് എന്നുള്ള നിലയ്ക്ക് അതിനെ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യമായിട്ട്. രണ്ടാമത്തെ കാര്യമായിട്ട് എന്താണ്, അവിടെ ഒരു സ്ത്രീക്ക് അവിടെ ഫാലസ് ഇല്ല. ഫാലസ് ഇൻ ദ സെൻസ് പെനിസ് ഇല്ല. അതാണ് കാസ്ട്രേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോ അത്തരത്തിൽ കാസ്ട്രേറ്റഡ് ആയിട്ടുള്ള വുമണിനെ വെച്ചിട്ടാണ് അതിനെയാണ് വീക്കിളായിട്ട് അല്ലെങ്കിൽ സിഗ്നിഫയർ ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. സോ മൊൾവിയിലേക്ക് തന്നെ ഇനി തിരിച്ചു വരുവാണെങ്കിൽ, വുമൺ ദെൻ സ്റ്റാൻഡ്സ് ഇൻ പെട്രിയാർക്കൽ കൾച്ചർ ആസ് എ സിഗ്നിഫയർ ഓഫ് ദ മെയിൽ അതർ. അപ്പോ മെയിൽ അതർ, ആണല്ലാത്ത എന്തോ ഒന്ന്, അതാണ് പെണ്ണ് എന്നുള്ള ഐഡിയയിലാണല്ലോ എന്താ ഇവിടെ അതറിങ് സംഭവിക്കുന്നത്. അപ്പോ ഒരു സിഗ്നിഫയർ ഓഫ് ദ മെയിൽ അതർ. അപ്പോ ഇവിടെ വുമൺ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫയർ മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബൗണ്ട് ബൈ എ സിംബോളിക് ഓർഡർ. സിംബോളിക് ഓർഡർ ലക്കാനിലേക്ക് പോവാം. ലക്കാനിലേക്കുള്ള ഒരു കീവേഡ് ആണ് സിംബോളിക് ഓർഡർ, in which man can leave out his fantasies and obsessions through linguistic command by imposing them on the silent image of woman still tied to her place as a bearer of meaning, not a meaning maker. അപ്പോൾ ഇതിനെ ഒന്ന് ഈ സെന്റൻസിൽ തന്നെ ഒരു ക്രക്സ് ഓഫ് ദി എസ്സേ ഏറെക്കുറെ കിടപ്പുണ്ട്. നമുക്ക് അതിനെ ഒന്ന് മുറിച്ച് കാണുകയാണെങ്കിൽ, ഒന്ന്, വുമൺ ദെൻ സ്റ്റാൻഡ്സ് ഇൻ പെട്രിയാർക്കൽ കൾച്ചർ ആസ് എ സിഗ്നിഫയർ ഓഫ് ദ മെയിൽ അതർ. മെയിൽ അതറിന്റെ സിഗ്നിഫയർ ആയിട്ടാണ് ആരവിടെ നിൽക്കുന്നത്? വുമൺ നിൽക്കുന്നത്. രണ്ടാമത് എന്താണ്, അവിടെ മാൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് പൊസിഷൻ എന്ത് ചെയ്യുന്നു? അയാളുടെ ഫാന്റസീസിനെയും ഒബ്സഷൻസിനെയും ഒക്കെ എവിടെ? ഈ സൈലന്റ് ആയിട്ടുള്ള പാസീവ് ആയിട്ടുള്ള വുമണിന് മേലെ ടൈ ചെയ്ത് വെച്ചിട്ട് അവരെ ഒരു ബെയറർ ഓഫ് മീനിങ്, ഒരു മീനിങ് കാരിയർ ആയിട്ട് മാത്രം പ്രൊജക്ട് ചെയ്യുന്നു, ആൻഡ് നോട്ട് എ മേക്കർ ഓഫ് മീനിങ്. അവിടെ ആർക്കാണ് ഇപ്പൊ സബ്ജക്ടിവിറ്റി ഉള്ളത്? വുമണിനാണോ? അല്ല, മാനിനാണ് സബ്ജക്ടിവിറ്റി, സബ്ജക്ട് പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ ഷീ ഈസ് ദ മേക്കർ ഓഫ് മീനിങ്. ഷീ ഈസ് നോട്ട് ദ മേക്കർ ഓഫ് മീനിങ്. ഇൻഫാക്ട് ഷീ ഈസ് ഓൺലി എ ബെയറർ ഓഫ് മീനിങ്. ആ മീനിങ് ആരാണ് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്? മാൻ ആണ് അവരുടെ മോളെ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഹീസ് ഇമ്പോസിങ് ഓൾ ഹിസ് ഫാന്റസീസ്, ഹിസ് ഒബ്സഷൻസ് through his linguistic command by imposing them on silent image of woman still tied to her place as bearer of meaning, not a maker of meaning. So ഒരു സെക്കൻഡ്. ആക്ച്വലി ഇത് ഞാൻ PPT ഉണ്ടാക്കിയിട്ടുള്ളത് വേർഡിലല്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഉബുണ്ടുവിലും ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പം വേർഡിലാണ് പ്രസന്റ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. ഹോപ്പ് യു ക്യാൻ റീഡ് ഇറ്റ്. ദ ഓൾട്ടർനേറ്റീവ് സിനിമ പ്രൊവൈഡ്സ്. പിന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. പോപ്പുലർ സിനിമയുടെ ഫ്രെയിം വർക്ക് ഇവിടെ പറഞ്ഞതുപോലെ പാട്രിയാർക്കൽ കൾച്ചറിനകത്ത് ഒരു സിഗ്നിഫയർ മാത്രമായിട്ട്, വീക്കിളും മാത്രമായിട്ട്, ബെയർ ഓഫ് മീനിങ് മാത്രമായിട്ട് സ്ത്രീയെ അവതരിപ്പിക്കുന്നു. പക്ഷെ അവിടെ ഓൾട്ടർനേറ്റ് സിനിമയ്ക്ക് ചില സാധ്യതകളുണ്ട്. സമാന്തര സിനിമ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. The alternate cinema provides a space for a cinema to be born which is radical in both political and aesthetic sense. It challenges the basic assumptions of the mainstream film. അപ്പൊ മുഖ്യധാര സിനിമയുടെ ഒരു അടിസ്ഥാന ധാരണകളെല്ലാം ചലഞ്ച് ചെയ്യുന്ന തരത്തില് ഒരു റാഡിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കലും ഈസ്തറ്റിക്കുമായിട്ടുള്ള ഒരു സെൻസിന്, ഒരു രാഷ്ട്രീയവും സൗന്ദര്യാത്മകവുമായിട്ടുള്ള ഒരു ബോധത്തെ മുന്നോട്ട് വെക്കാൻ എന്തിനു കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു? ഓൾട്ടർനേറ്റ് സിനിമയ്ക്ക് കഴിയുമെന്ന് മൾവി പ്രത്യാശിക്കുന്നു. അപ്പൊ മൾവി പറയുന്നതാണ്, ഓൾട്ടർനേറ്റ് സിനിമയ്ക്ക് ഒരു തരത്തിലൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്താണ്? ഒരു റാഡിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഈസ്തറ്റിക് സെൻസ് മുന്നോട്ട് വെക്കാൻ പറ്റും. അതേസമയം ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ മുഖ്യധാര സിനിമയുടെ ബേസിക് അസംഷനെ എല്ലാം ചലഞ്ച് ചെയ്യാനും പറ്റുന്ന ഒന്നാണ്
ഓൾട്ടർനേറ്റീവ് സിനിമ, സമാന്തര സിനിമ എന്നാണ് മൾവി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ദിസ് ഇസ് നോട്ട് ടു റിജക്ട് ദ ലാറ്റർ മോറലിസ്റ്റിക്കലി, but to highlight the ways in which its formal preoccupations reflect the psychical obsessions of the society which produced it, and further to stress that the alternative cinema must start specifically by reacting against these obsessions and assumptions. അപ്പൊ എന്താണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ മെയിൻ സ്ട്രീം സിനിമയെ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുക എന്നുള്ള ഒരു ആശയം ഇവിടെ മൾവി പറയുന്നില്ല. മോറലിസ്റ്റിക് ആയിട്ട് അതിനെ റിജക്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ അതിനെ എന്ത് ചെയ്യണം, ഒരു എന്താ മെയിൻ സ്ട്രീം സിനിമയ്ക്ക് ചില മുൻധാരണകൾ, ചില മുൻവിധികൾ, ചില മാനസികമായിട്ടുള്ള ചില ഒബ്സഷൻസ് ഒക്കെ ഉണ്ട്. ആ ഒബ്സഷൻസ് ഒക്കെ സൊസൈറ്റി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് ഒബ്സഷൻസ് ഒക്കെ. ആ ഒബ്സഷനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മുടെ ഓൾട്ടർനേറ്റീവ് സിനിമയ്ക്ക് സാധിക്കണം. Further to stress that alternative cinema must start specifically by reacting against these obsessions and assumptions. ഈ ഒരു ഒബ്സഷനുകൾക്കും അസംഷൻസിനും എതിരെ റിയാക്ട് ചെയ്തുകൊണ്ടായിരിക്കണം സമാന്തര സിനിമ പ്രവർത്തിക്കേണ്ടത്. A politically and aesthetically avant-garde cinema is now possible, but it can still only exist as a counterpoint. അപ്പോ ഒരു പൊളിറ്റിക്കലായ ഈസ്തറ്റിക്കായ ഒരു അവന്ത്ഗാദ് എന്നുള്ള നിലയ്ക്ക് ഒരു പാരലൽ സിനിമ വേൾഡ് പോസിബിൾ ആണ്. പക്ഷെ അതിനെപ്പോഴും ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ള നിലയിൽ, സമാന്തരം ഇൻ കോട്ട്സ് അല്ലെങ്കിൽ കൗണ്ടർ പോയിന്റ് എന്നുള്ള നിലയിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോ അതെന്താണ്, ഓഫ് കോഴ്സ് അല്ലെ, നമ്മളൊരു സിനിമ എടുത്ത് നോക്കുവാണേലും നമുക്ക് ഇപ്പൊ റാഫി മക്കാട്ടിൻ ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്യല്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയെ നമ്മൾ എപ്പോഴും ഒരു കൗണ്ടർ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സമാന്തരം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സിനിമകൾ എത്ര ചെയ്താലും അത് പൊതുബോധത്തിന് നിരക്കാത്തതായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പൊതുബോധത്തിന്റെ ഒരു സൈക്കിക് ഒബ്സഷൻസിനെ ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മാസ് മസാല ഹിറ്റ് അല്ലാത്തതോടത്തോളം കാലം ഇറ്റ്സ് എ കൗണ്ടർ പോയിന്റ് അല്ലേ. അപ്പോ അതാണ് ഇവിടെ ഞാൻ പെട്ടെന്നൊരു റാൻഡം എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ. അപ്പോ ഒരു പോയിന്റ് മൾവി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഷീ ഈസ് സേയിങ് ദാറ്റ് ഓൾട്ടർനേറ്റീവ് സിനിമയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. എന്തിനും ഒരു റാഡിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഈസ്തറ്റിക് സെൻസ് ഉണ്ടാക്കി കൊടുക്കാനും, അതുപോലെ തന്നെ മുഖ്യധാര സിനിമയുടെ അടിസ്ഥാന ധാരണകളെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ, സിനിമയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ ഓൾട്ടർനേറ്റീവ് സിനിമയ്ക്ക്, സമാന്തര സിനിമയ്ക്ക് സാധിക്കുമെന്നാണ് മൾവിയുടെ പ്രത്യാശ. Unchallenged mainstream film coded the erotic into the language of dominant patriarchal order. അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ബൈ മൾവി ഈസ് ദാറ്റ് അൺചലഞ്ച്ഡ് ആയ മെയിൻ സ്ട്രീം ഫിലിം കോഡഡ് ദ ഇറോട്ടിക് ഇൻ ടു ദ ലാംഗ്വേജ് ഓഫ് ദ ഡോമിനന്റ് പട്രിയാർക്കൽ ഓർഡർ. അപ്പോൾ സിനിമയുടെ ഭാഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതൊരു കൾച്ചറൽ ആർട്ടിഫാക്റ്റിന്റെയും ഭാഷയായിക്കോട്ടെ, അതിലൊരു എന്താ പറയാ, ഒരു പാട്രിയാർക്കൽ ഡോമിനന്റ് പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ പാട്രിയാർക്കൽ, എസെൻഷ്യലി എ പാട്രിയാർക്കൽ ക്യാരക്ടർ അല്ലെ. അപ്പം അവിടെ തന്നെ എന്താണ് ഫിലിമിന്റെ ലാംഗ്വേജിലേക്ക് എന്ത് ഉൾച്ചേർക്കപ്പെടുന്നു, ഒരു ഇറോട്ടിസിസം ഉൾച്ചേർക്കപ്പെടുന്നു അല്ലേ, ഒരു ഇറോട്ടിസിസം ഉൾച്ചേർക്കപ്പെടുന്നുണ്ട്. അപ്പൊ മെയിൻ സ്ട്രീം സിനിമ ഉണ്ടായി വരുന്നത് ഒരു പെട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ്. ആൻഡ് ഇറ്റ് കോഡ്സ് ഇറോട്ടിക് ഇൻ ടു ദ ലാംഗ്വേജ് ഓഫ് ദ ഫിലിം. ദിസ് എസ്സേ, അപ്പൊ പിന്നെ എന്താണ് നമ്മുടെ ഈ എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പിന്നെ മൾവി പറയുന്ന മറ്റൊരു കാര്യം. അപ്പോ ദിസ് എസ്സേ വിൽ ഡിസ്കസ് ദ ഇന്റർവീവിംഗ് of that erotic pleasure in film, its meaning, and in particular the central place of the image of woman. അപ്പോൾ എന്താണ് ഈ എസ്സേയുടെ ലക്ഷ്യം? നമ്മൾ മുൻപ് ഈ എസ്സേയുടെ കുറിച്ചിട്ട് മൾവി തന്നെ പറയുന്ന ഒരു എയിം അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ to appropriate psychoanalytic theory as a political weapon to expose the unconscious of patriarchal society has structured film form. അപ്പം എങ്ങനെയാണ് ഒരു പട്രിയാർക്കൽ സൊസൈറ്റിയുടെ അബോധം ഒരു സിനിമയെ രൂപപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് സൈക്കോഅനാലിറ്റിക് തിയറി ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മുൻനിർത്തിക്കൊണ്ട് വായിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മൾവി ഒന്ന് പറഞ്ഞു. മറ്റൊന്ന് മൾവിയോടെ പറയുന്നത്, ദിസ് എസ്സേ വിൽ ഡിസ്കസ് ദ
ഇന്റർവീവിംഗ് ഓഫ് ദാറ്റ് ഇറോട്ടിക് പ്ലഷർ ഇൻ ഫിലിം. എങ്ങനെയാണ് ഇറോട്ടിക് പ്ലഷറിനെ സിനിമയിലേക്ക് തുന്നി ചേർത്തിട്ടുള്ളത്, അതിന്റെ അർത്ഥം എന്ത്, അതിന്റെ സെൻട്രൽ പ്ലേസ് ഓഫ് ദി ഇമേജ് ഓഫ് വുമൺ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അപ്പം എങ്ങനെയാണ് ഇറോട്ടിക് പ്ലഷർ സിനിമയിലേക്ക് തുന്നിച്ചേർക്കപ്പെടുന്നത്, അതിന്റെ മീനിങ് എന്ത് എന്നുള്ളത് പ്രത്യേകിച്ച് എന്തിനെ മുൻനിർത്തി പഠിക്കുന്നു, ഇമേജ് ഓഫ് വുമൺ എങ്ങനെയാണ് സിനിമയിൽ കാണിക്കുന്നതെന്ന് ഉപയോഗിച്ച് പഠിക്കുന്നു. ഇതാണ് എസ്സേയുടെ ഒരു ലക്ഷ്യമായിട്ട് മൗലി മുന്നോട്ട് വെക്കുന്നത്. The cinema offers a number of possible pleasures. Cinema offers a number of possible pleasures. One is scopophilia. There are circumstances in which looking itself is the source of pleasure. Just as the reverse formation, there is pleasure in being looked at. അപ്പം എന്താണ്, സിനിമ പലതരം പലതരം പ്ലഷേഴ്സിന്റെ പലതരം സാധ്യതകളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന് സ്കോപ്പോഫീലിയ ആണെന്ന് മൗൾവി പറയുന്നു. അപ്പോ സ്കോപ്പോഫീലിയ എന്താണെന്ന് മുൻപേ ഒന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. I'll read out a proper definition. Sexual pleasure derived chiefly from watching others when they are naked or engaged in sexual activity. It is also called voyeurism. അപ്പൊ എന്താണ്, മറ്റൊരാളെ ഒരു സെക്ഷുവലി നോക്കുന്നതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്ലഷറിനെയാണ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ സിനിമ പലതരം പോസിബിൾ പ്ലഷേഴ്സിനെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാണ് സ്കോപ്പോഫീലിയ. There are circumstances in which looking itself is a source of pleasure. നോട്ടം തന്നെ ഒരു സോഴ്സ് ഓഫ് പ്ലഷർ ആവുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സിൽ പറഞ്ഞ ഒരു ഫ്ലിപ്പ് സൈഡ് ഓഫ് ദി കോയിൻ പറഞ്ഞാൽ നോക്കപ്പെടുന്നതും പ്ലഷർ ആവുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്ന് മൗൾവി പറയുന്നു. The extreme contrast between the darkness in the auditorium, which also isolates the spectator from one another, and the brilliance of the shifting patterns of light and shade on the screen helps to promote the illusion of voyeuristic separation. അപ്പോ മറ്റൊരു രസകരമായ അല്ലെങ്കിൽ വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു ഒബ്സർവേഷൻ ഇതാണ്, ദി എക്സ്ട്രീം കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഡാർക്ക്നെസ് ഇൻ ദ ഓഡിറ്റോറിയം. അപ്പൊ നമ്മൾ തിയേറ്റർ കണ്ടിട്ടുണ്ടല്ലേ, തിയേറ്ററിലെ ഇരുട്ട്. അപ്പം തിയേറ്ററിലെ ഇരുട്ട് സ്പെക്ടേറ്റേഴ്സിനെ പരസ്പരം തമ്മിൽ അകറ്റുന്നുണ്ട്. ഇറ്റ് ഐസൊലേറ്റ്സ് ദ സ്പെക്ടേറ്റേഴ്സ് ഫ്രം വൺ അനദർ ആൻഡ് ദർ ഇസ് എ ബ്രില്യൻസ് ഓഫ് ഷിഫ്റ്റിംഗ് പാറ്റേൺസ് ഓഫ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഓൺ ദ സ്ക്രീൻ. അല്ലെ, അവിടെ സ്ക്രീനിൽ തിരശ്ശീലയിൽ എപ്പോഴും സിൽവർ സ്ക്രീനിൽ എപ്പോഴും വെളിച്ചമുണ്ട്. വെളിച്ചത്തിന്റെ ഇരുട്ടിന്റെ പാറ്റേൺസിലൂടെയാണ് സിൽവർ സ്ക്രീൻ വർക്ക് ചെയ്യുന്നത്. അപ്പം സിൽവർ സ്ക്രീനിൽ വെളിച്ചമുണ്ട്, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണി മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടവനാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് നോക്കാം. അപ്പോ സോ ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ദി ഇല്യൂഷൻ ഓഫ് വോയറിസ്റ്റിക് സെപ്പറേഷൻ. ഒളിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരു സാധ്യത ഒരുക്കലിന്റെ ഒരു ഇല്യൂഷനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു തിയേറ്റർ സ്പേസ് എന്ന് മൗൾവി ഒബ്സർവ് ചെയ്യുന്നു. In a world ordered sorry I'm sorry in a world ordered by sexual imbalance, pleasure in looking has been split between active male and passive female. അപ്പോൾ ഒരു സെക്ഷൽ ഇംബാലൻസ് നിലനിൽക്കുന്ന ഒരു വേൾഡിനെ സംബന്ധിച്ചിടത്തോളം നോട്ടത്തിലൂടെ ഡിറൈവ് ചെയ്യുന്ന പ്ലഷറിന് ഇറ്റ് ഇസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ആൻ ആക്റ്റീവ് മെയിൽ ആൻഡ് എ പാസീവ് ഫീമെയിൽ. ആക്റ്റീവ് മെയിൽ എന്ന് പറഞ്ഞ നോട്ടക്കാരൻ അല്ലെങ്കിൽ എന്താണ് നോക്കുന്നയാൾ, വ്യൂവർ അല്ലെ, ദ വൺ ഹൂ ലുക്സ് അറ്റ്. അപ്പോ ആക്റ്റീവ് മെയിൽ, പാസീവ് ഫീമെയിൽ, വൺ വിച്ച് ഇസ് ബീങ് ലുക്ഡ് അറ്റ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സ്ത്രീയെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആശയം. അപ്പോ സ്ത്രീ അവിടെ എന്താണ് ഒരു പാസീവ് സബ്ജക്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇൻഫാക്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഒരു നേച്ചറാണ് അവിടെ ഫീമെയിലിന് ഉള്ളത്, ഒരു പാസിവിറ്റി ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ബീങ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം വാട്ട് ഇസ് ആക്റ്റീവ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ ആണ്, ഓൺ ലുക്കർ ആണ്,
നോക്കുന്ന ആളാണ്. കാഴ്ചക്കാരൻ എന്നല്ല, നോട്ടക്കാരൻ എന്നാണ് ഇതിനെ പറയാ. എന്നുവെച്ചാ കാഴ്ചയും നോട്ടവും തമ്മില് വ്യത്യാസമുണ്ട് അല്ലേ? നോട്ടമാണ് കാഴ്ചയെ തീരുമാനിക്കുന്നതെന്ന് ബർജർ പറയും. ബർജറിനെ നമ്മൾ മുമ്പ് കണ്ടായിരുന്നല്ലോ. വേസ് ഓഫ് സീയിങ്ങിൽ ബർജർ പറയുന്നുണ്ട്. അപ്പം എന്താ നോട്ടമാണ് കാഴ്ചയെ തീരുമാനിക്കുന്നത്. സിമിലർ ഒരു ഐഡിയ ആണ്. അതിനെ സിനിമയുടെ പേഴ്സ്പെക്റ്റീവിലേക്ക് സൈക്കോഅനാലിറ്റിക് തിയറിയും കൂടെ ഉൾച്ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് മൾവി ചെയ്യുന്നത്. So, the determining male gaze projects its fantasy into the male figure, which is styled accordingly. In their traditional exhibitionist role, women are simultaneously looked at and displayed, with their appearance coded for strong visual and erotic impact, so that they can be said to connote to be looked atness. ഇപ്പം നമ്മള് ഇപ്പം മെയിൽ ഗെയ്സ് ഒരു തരത്തിൽ മെയിൽ ഗേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മെയിൽ ഫാന്റസി അല്ലേ? അപ്പൊ ഈ മെയിൽ ഫാന്റസീനെ ഒരു ഫീമെയിൽ ഫിഗറിനേക്ക് ഈ മെയിൽ ഫാന്റസീനെ പ്രൊജക്ട് ചെയ്യാണ് മെയിൽ ഗേസ് ചെയ്യുന്നത്. അപ്പൊ മെയിൽ ഗേസിലൂടെ അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രഡീഷണൽ എക്സിബിഷനിസ്റ്റ് റോൾ ഫോർ വുമൺ അസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരു പട്രിയാർക്കൽ സൊസൈറ്റി. നോക്കപ്പെടേണ്ട കാഴ്ച വസ്തു എന്നുള്ള നിലയിൽ സ്ത്രീയെ അവിടെ എക്സിബിറ്റ് ചെയ്യപ്പെടാവുന്ന ഒന്ന്, ഒരു ടു ബി ലുക്ക്ഡ് അറ്റ്നസ് എന്നുള്ള ഒരു നിലയ്ക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു എന്താ നമ്മളൊരു ഷോ പീസ് എന്നൊക്കെ പറയുന്ന പോലെ കാണാൻ കൊള്ളാവുന്ന ഒന്ന്, നോക്കപ്പെടാൻ പറ്റുന്ന ഒന്ന്, അതിനൊരു സ്ട്രോങ് വിഷ്വൽ ആൻഡ് ഇറോട്ടിക് ഇമ്പാക്ട് ഉള്ള ഒന്ന് എന്നുള്ള നിലയ്ക്ക് സ്ത്രീയെ അവിടെ സങ്കല്പിക്കാണ്. ആൻഡ് ദർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ദാറ്റ് മൾവി മേക്സ്. എന്താണ് അപ്പോ സിനിമ ഉണ്ടാക്കപ്പെടുന്നതൊക്കെ ഈ ഒരു മെയിൽ ഗേസിനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെ നോക്കപ്പെടണം എന്ന് പുരുഷന്റെ ആശയലോകം ഡിസൈഡ് ചെയ്യുന്നോ അതനുസരിച്ചാണ് അവിടെ ഫീമെയിൽ ഫിഗറിനെ മുന്നിൽ കൊണ്ടുപോയി വെക്കണത്. അപ്പോ എങ്ങനെ നോക്കപ്പെടണം എന്നാണോ ഒരു മെയിൽ ഫാന്റസി എൻവിഷൻ ചെയ്യുന്നത് അതനുസരിച്ചാണ് ഫീമെയിൽ അവിടെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. അപ്പോ അവിടെ ഉണ്ടാവുന്ന ഒരു സബ്ജക്ട് പൊസിഷൻ എന്താ അല്ലെങ്കിൽ ഒരു മീനിങ് പ്രൊഡക്ഷൻ ആരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും പോണത്? തീർച്ചയായിട്ടും ഒരു മാനിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും പോണത്. The presence of women is an indispensable element of spectacle in a normal narrative film. Yet her visual presence tends to work against the development of the storyline, to freeze the flow of action in moments of erotic contemplation. This alien presence has to be integrated into cohesion with the narrative. അപ്പോ ഈ സ്പെക്ടക്കിളിന്റെ എന്താ സ്പെക്ടക്കിൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു എന്താ പറയാ കാഴ്ചയുടെ ഈ ഒരു ലോകം ഉണ്ടല്ലോ, സിനിമ മുന്നോട്ട് വെക്കുന്ന കാഴ്ചയുടെ ഈ ലോകത്തില് വിമന്റെ പ്രസൻസ് ഒരു ഇൻഡിസ്പെൻസിബിൾ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു എലമെന്റ് ആണ്, ഒരു നോർമൽ നറേറ്റീവ് എലമെന്റ്. അത് ഒരു തരത്തില് എന്താ ഒരു സ്റ്റോറി ലൈനിന്റെ ഡെവലപ്മെന്റിൽ ഇൻകൾക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷ്വൽ പ്ലഷർ ഒന്നും ആയിരിക്കില്ല. അതൊരു പക്ഷെ എന്താ നമ്മൾ കണ്ടുപോകുന്നതിനിടയ്ക്ക് ഒരു ഇറോട്ടിക് കണ്ടംപ്ലേഷൻ ആയിരിക്കും ആ ഒരു സ്ത്രീ രൂപത്തെ കാണുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത്. അതൊരു സ്റ്റോറി ലൈനിന്റെ ഒഴുക്കിനെ ഒരു തരത്തില് ഫ്രീസ് ചെയ്യാറുണ്ട്. സ്റ്റോറി ലൈൻ ഒഴുകി പോകുന്നു, അവിടെ ഒരു സ്ത്രീയെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇറോട്ടിക് കണ്ടംപ്ലേഷൻ നടക്കുന്നു. ഇറ്റ് ഫ്രീസസ് ദ സ്റ്റോറി ലൈനിന്റെ ഡെവലപ്മെന്റിനെ, ഇറ്റ് ഫ്രീസസ് ഇറ്റ്. അപ്പൊ ഈ ഒരു ഏലിയൻ പ്രസൻസ്, ഈ ഒരു എന്താ പറയാ ഒരു ഒന്നുമല്ലാത്തരെ കൊണ്ട് നമുക്കിപ്പോ കുറച്ച് എന്താ സ്ട്രെയിറ്റ് ഒരു അങ്ങനെ മാത്രമായിട്ട് ഞാനിപ്പോ പറയാൻ പോകുന്ന എക്സാമ്പിളിനെ മാത്രമായിട്ട് എടുക്കണ്ട. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ. ഒരു സിനിമയുടെ ഒരു വളരെ എന്താ വളരെ ക്രിട്ടിക്കൽ ആയ ഒരു മൊമെന്റ് നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഐറ്റം ഡാൻസിനെ പ്ലേസ് ചെയ്യുന്ന നമ്മൾ പലപ്പോഴും സൗത്ത് ഇന്ത്യൻ മൂവീസിൽ ബോളിവുഡിലാണെങ്കിലും മോളിവുഡിലാണെങ്കിലും ഒക്കെ കാണാവുന്ന ഒരു സാധനമാണ്. ഒരു 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 കോഴ്സ് ഓഫ് ആക്ഷൻ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ ഒരു സോ കോൾഡ് ഐറ്റം ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുള്ള സംഭവം ഒരു മുന്നോട്ട് വെക്കുന്നു. ഇറ്റ് ഫ്രീസസ് ദ ഫ്ലോ ഓഫ് ദ ആക്ഷൻ അല്ലെ, ഫോർ എ മൊമെന്റ് ഓഫ് ഇറോട്ടിക് കണ്ടംപ്ലേഷൻ. അപ്പോ ഇത് സ്വാഭാവികമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? ഇത്തരം ഒരു സംഭവം ഇത് ഫ്രീസ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഏലിയൻ പ്രസൻസിനെ, സ്ത്രീയുടെ ശരീരം എന്നുള്ള ഏലിയൻ പ്രസൻസിനെ ഇറ്റ് ഹാസ് ടു ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു കൊഹേഷൻ വിത്ത് ദ നറേറ്റീവ്. നറേറ്റീവിലേക്ക് ഉൾച്ചേർക്കണം അല്ലേ?
നറേറ്റീവിലേക്ക് ഉൾച്ചേർക്കുവാണെങ്കിൽ ഇപ്പം ആ ഒരു കഥയുടെ ഭാഗമല്ലാതെ അവിടെ ഒരു സ്ത്രീയുടെ ഒരു എക്സിബിഷനിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രസൻസ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ഫ്രീസ് ദ ഫ്ലോ ഓഫ് ദ ആക്ഷൻ അല്ലേ ഫോർ എ എറോട്ടിക് കണ്ടംപ്ലേഷൻ. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ നറേറ്റീവ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് ആ ഒരു നോട്ടം എന്നുള്ള ആ ഒരു ഫ്രീസിങ് പോയിന്റ് ഉണ്ടാവാതെ ഈ ഒരു ഇറോട്ടിക് കണ്ടംപ്ലേഷൻ നടക്കണം. എന്നാൽ സ്റ്റോറി ലൈൻ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ള നിലയിൽ ഈ ഏലിയൻ പ്രസൻസ് ഓഫ് ദ ഫീമെയിൽ ബോഡീനെ അവിടെ നറേറ്റീവിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ചേർത്ത് വെക്കുന്ന ഒരു പ്രവർത്തനമാണ് മെയിൻ സ്ട്രീം ഫിലിം നടത്തി വരുന്നത്. Traditionally, the women displayed has functioned on two levels: as an erotic object for characters within a screen story and as an erotic object for the spectator within an auditorium. അപ്പം രണ്ട് തരത്തിലാണ് സ്ത്രീകളെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത് അവിടെ, അല്ലെങ്കിൽ സ്ത്രീയെ ഡിസ്പ്ലേ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ഫങ്ഷൻ ചെയ്യപ്പെടുന്നത്. ആസ് എൻ ഇറോട്ടിക് ഒബ്ജക്ട് ഫോർ ദ ക്യാരക്ടേഴ്സ് വിത്തിൻ ദ സ്ക്രീൻ സ്റ്റോറി. അപ്പം നമ്മൾ എന്താ പറയുന്നത്, തിരക്കഥയിൽ ഏതൊക്കെ ക്യാരക്ടർ ഉണ്ടോ ആ ക്യാരക്ടറിന് നോക്കി കാണാനായിട്ടുള്ള ഒരു ഇറോട്ടിക് ഒബ്ജക്ട് എന്നുള്ള നിലയിൽ സ്ത്രീ അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറോട്ടിക് ഒബ്ജക്ട് ഫോർ സ്പെക്ടേറ്റർ വിത്തിൻ ദ ഓഡിറ്റോറിയം. അല്ലെങ്കിൽ നമ്മൾ കാഴ്ചക്കാരന് അല്ലെങ്കിൽ നോട്ടക്കാരന് അല്ലെങ്കിൽ നോട്ടക്കാരിക്ക് എന്താ ഒരു ഇറോട്ടിക് ഒബ്ജക്ട് എന്നുള്ള നിലയ്ക്ക് അത് അവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നോട്ടക്കാരനെ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ മെയിൽ ഗേസ് അല്ലെ. അപ്പോൾ ഒരു നോട്ടക്കാരനെ മുൻനിർത്തിയിട്ടാണ് സിനിമ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഫങ്ഷനിങ് ഓൺ ടു ലെവൽസ്. ഒന്ന് ക്യാരക്ടേഴ്സ് വിത്തിൻ ദ സ്ക്രീൻ സ്റ്റോറി സ്ത്രീയെ ഒരു ഇറോട്ടിക് ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നു. രണ്ട് സ്പെക്ടേറ്റർ വിത്തിൻ ദ ഓഡിറ്റോറിയം സ്ത്രീയെ ഇറോട്ടിക് ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നു. In active/passive heterosexual division of labor has similarly controlled narrative structure. അപ്പം ഈ എന്താ ഹെട്രോസെക്ഷൽ ഒരു ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ആള് ആക്റ്റീവ് ആയിരിക്കും, മറ്റൊന്ന് പാസീവ് ആയിരിക്കും. സ്ത്രീ എന്ന് പറയുന്നത് പാസീവ് ആയിരിക്കും, പുരുഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണല്ലോ ഒരു ഹെട്രോസെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ യാഥാസ്ഥികമായിട്ട് നടന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മുടെ നറേറ്റീവ് സ്ട്രക്ചറിനെയും ഈ ഒരു ഹെട്രോസെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ സ്വാധീനിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് റൂളിംഗ് ഐഡിയോളജി ആൻഡ് psychical structures that back it up, the male figure cannot bear the burden of sexual objectification. Man is reluctant to gaze at his exhibitionist like. Hence, the split between spectacle and the narrative supports the man's role as active one of forwarding the story, making things happen. ഇപ്പം എന്താണ് നമ്മുടെ റൂളിംഗ് ഐഡിയോളജി അല്ലെങ്കിൽ സൈക്കിക്കൽ സ്ട്രക്ചറുകൾ, ഈ റൂളിംഗ് ഐഡിയോളജി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സൈക്കിൾ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മെയിൽ ഫിഗറിന് ഒരിക്കലും നോട്ടത്തിന്റെ അല്ലെങ്കിൽ സെക്ഷൽ ഒബ്ജക്ടിഫിക്കേഷന്റെ പാത്രമാകാൻ വേണ്ടിയിട്ട് കഴിയില്ല. മാൻ എപ്പോഴും ഈ ഗെയ്സിന് റെലക്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പെക്ടേറ്ററും അല്ലെങ്കിൽ സ്പെക്ടക്കിളും നറേറ്റീവും തമ്മിലൊരു എന്താണ് ഒരു സെപ്പറേഷൻ ഉണ്ടാവുകയും മാനിന്റെ റോളിനെ എന്തായിട്ട് മുന്നോട്ട് വെക്കുന്നു, ആക്റ്റീവ് വൺ ഓഫ് ഫോർവേഡിങ് ദ സ്റ്റോറി എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. മാനിന്റെ റോൾ അവിടെ, പുരുഷന്റെ റോൾ എന്താണ്? ഹീസ് ദ വൺ ഹു ഇസ് ആക്റ്റീവ് ഇൻസൈഡ് ദ സ്റ്റോറി, ഹീസ് ദ വൺ ഹു മേക്സ് തിങ്സ് ഹാപ്പൻ അല്ലെ, ഹീസ് ദ വൺ ഹു മേക്സ് തിങ്സ് ഹാപ്പൻ. അപ്പം അവിടെ സ്പെക്ടക്കിൾ എന്നുള്ളത് ഒന്ന്, അത് പാസീവ് ആയിരിക്കും, അത് സ്ത്രീയാവും. നറേറ്റീവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആക്റ്റീവ് റോൾ ആര് നോക്കും? പുരുഷൻ നോക്കും. ഹി മേക്സ് തിങ്സ് ഹാപ്പൻ. ദി സ്കോപ്പോഫിലിക് ഇൻസ്റ്റിങ്ക്ട്, പ്ലെഷർ ഇൻ ലുക്കിംഗ് അറ്റ് അനദർ പേഴ്സൺ ആസ് എൻ ഇറോട്ടിക് ഒബ്ജക്ട്. നമ്മൾ മുന്നേ എന്തോ സ്കോപ്പോഫിലിയ എന്ന് കണ്ടു അല്ലെ. പ്ലെഷർ ഇൻ ലുക്കിംഗ് അറ്റ് അനദർ പേഴ്സൺ ആസ് എൻ ഇറോട്ടിക് ഒബ്ജക്ട്, അതാണ് സ്കോപ്പോഫിലിയ. അപ്പം I'm sorry. അപ്പോൾ the scopophilic instinct and in contradiction, ego, libido, phobic identification process act as formations mechanisms which this cinema has played on.
The image of woman as a passive raw material for the active gaze of man takes argument a step further into the structure of representation, adding a further layer demanded by the ideology of the patriarchal order as it worked out in its favorite cinematic form, illusionistic narrative film. അപ്പോൾ ഒരു തരത്തിൽ അവിടെ പുരുഷന്റെ സ്കോപ്പോഫിലിക് ഇൻസ്റ്റിങ്ക്റ്റിന് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഒരു ഒരു ഇമേജ് ഓഫ് വുമണിനെ പാസീവായ റോ മെറ്റീരിയൽ എന്ന തരത്തിൽ ആക്റ്റീവ് മെയിൽ ഗെയ്സിന് പാത്രമാകാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കലാണ് എന്താണ് നമ്മുടെ നറേറ്റീവ് ഫിലിം അല്ലെങ്കിൽ ഇലൂഷനിസ്റ്റിക് നറേറ്റീവ് ഫിലിമിലൂടെ സാധ്യമാക്കുന്നതെന്ന് പറയുന്നു. അവിടെ ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് മാത്രമാണ്. ഷീ ഈസ് നോട്ട് ദ മീനിങ് മേക്കർ, ഷീ ഈസ് ജസ്റ്റ് സിഗ്നിഫയർ. There are three different looks associated with cinema. Towards the end of this summary എന്നുള്ള ഭാഗത്തിൽ പറയുന്നതാണ്. There are three different looks associated with cinema. That of the camera as it records the profilmic event, that of the audience it watches the final product, and that of the characters each other within the screen illusion. അപ്പം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിൽ നോട്ടം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാഴ്ചയല്ല, നോട്ടം. നോട്ടം എന്ന് പറയുമ്പോൾ അതിന് കാഴ്ചക്കാരനും നോട്ടക്കാരനും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. കാഴ്ച ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ഇതാകുമ്പോൾ നോട്ടം ഒരു ഇന്റൻഷനലാണല്ലേ. അപ്പം നോട്ടം എങ്ങനെ പ്രവർത്തിക്കും? നോട്ടത്തിനൊരു സബ്ജക്ട് പൊസിഷൻ ഉണ്ട്, നോക്കുന്നയാൾക്കൊരു സബ്ജക്ട് പൊസിഷൻ ഉണ്ട്. അപ്പൊ 3 തരത്തിൽ നോട്ടം സിനിമയിൽ സംഭവിക്കുന്നു. ദാറ്റ് വൺ ഓഫ് ഒന്ന് ക്യാമറയാണ് ഒന്ന് നോക്കുന്ന ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. ക്യാമറ റെക്കോർഡ്സ് ദ പ്രോഫിലിമിക് ഈവന്റ്. ക്യാമറയ്ക്ക് മുന്നിൽ അപ്പോ അതെന്താവുന്നു? സ്ത്രീ വസ്തുവൽക്കരിക്കപ്പെടുന്നു. മറ്റൊന്ന് ഓഡിയൻസിന് മുമ്പ് സ്ത്രീ വസ്തുവൽക്കരിക്കപ്പെടുന്നു. ഓഡിയൻസ് ആണ് ഈ ഫൈനൽ പ്രോഡക്റ്റിനെ കാണുന്നത് അല്ലെ. അപ്പൊ ഓഡിയൻസിന് മുന്നിൽ സ്ത്രീ വസ്തുവൽക്കരിക്കപ്പെടുന്നു. പിന്നെ ഒന്ന് ക്യാരക്ടേഴ്സ് ദേ സീ ഈച്ച് അതർ അല്ലെ. ഇതിന് they look at each other, see each other, look at each other within a screen illusion. The conventions of narrative film deny the first two and subordinate them to a third, the conscious aim of being always to eliminate intrusive camera presence and prevent a distancing awareness in the audience. അപ്പോൾ എപ്പോഴും ഈ ക്യാമറയുടെ പ്രസൻസിനെ മറന്നു കളഞ്ഞിട്ടാണ് നറേറ്റീവ് ഫിലിം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകൻ അവിടെ ഡയറക്റ്റ് റോളും ഉണ്ടാവാറില്ല. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയെ അവിടെ ഒബ്ജക്റ്റ് ആവുമ്പോൾ അതിനകത്ത് മറ്റ് ക്യാരക്ടേഴ്സ് അവളെ നോക്കുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് അല്ലേ. അപ്പോ നമുക്കൊരു എന്താ പറയാ ഒരു ഡിസ്റ്റൻസിങ് അവിടെ ക്യാമറയുടെ പ്രസൻസ് നമ്മളെ തോന്നിപ്പിക്കുന്നില്ല എന്നുള്ളതൊന്ന്. പ്രേക്ഷകൻ അവന്റെ തന്നെ പ്രസൻസ് തോന്നിപ്പിക്കുന്നില്ല എന്നുള്ളത് മറ്റൊന്ന്. അപ്പൊ ഒരു സ്ക്രീനിൽ മറ്റൊരു ജീവിതം കാണുന്ന കണക്ക് എന്താണ് ഈ ക്യാരക്ടേഴ്സ് ദേ ലുക്ക് അറ്റ് ഈച്ച് അതർ വിത്തിൻ എ സ്ക്രീൻ. അപ്പം ഒരു സ്ക്രീനിന്റെ ഉള്ളിൽ ആ ക്യാരക്ടേഴ്സ് പരസ്പരം നോക്കുന്ന മാതിരിയാണ് ആ ഒരു ഫോമാറ്റിലാണ് വസ്തുവൽക്കരിക്കപ്പെട്ട സ്ത്രീയെ അവതരിപ്പിക്കുന്നത്. സോ ദർ ആർ 3 ഡിഫറെന്റ് ലുക്സ് അസോസിയേറ്റഡ് വിത്ത് സിനിമ. ഒന്ന് ക്യാമറ നോക്കുന്നു, മറ്റൊന്ന് ഓഡിയൻസ് നോക്കുന്നു, മൂന്നാമത്തെ ക്യാരക്ടർ പരസ്പരം നോക്കുന്നു. അപ്പൊ ഈ ക്യാമറ നോക്കുന്നു എന്നുള്ളതും മറന്നു കളഞ്ഞ് ഓഡിയൻസ് നോക്കുന്നു എന്നുള്ള കാര്യവും മറന്നു കളഞ്ഞിട്ട് ക്യാരക്ടേഴ്സ് പരസ്പരം നോക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഏലിയനേഷൻ ഇഫക്റ്റ് തോന്നാത്ത തരത്തിൽ നമുക്ക് ഇതെന്തോ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോ ദീസ് വെയർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പോ ഒന്ന് അനോട്ടേറ്റ് ചെയ്ത് പറയാനായിട്ടാണെങ്കിൽ മൾവി പറഞ്ഞതിൽ നിന്ന് തന്നെ എടുത്തെടുത്ത് നമ്മൾ കാണുമായിരുന്നു. ത്രൂ ഔട്ട് ദി എസ്സേയിൽ നിന്ന് മൾവി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സിനെ മൾവിയുടെ വാക്കുകളിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ് ഉണ്ടായത്. പിന്നെ മൾവി ഈ ഒരു തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രധാനമായിട്ട് എടുക്കുന്നത് ഹിച്ച്കോക്കിന്റെ സിനിമകൾ, വെർട്ടിഗോ പോലുള്ള സിനിമകളെ മുൻനിർത്തിയാണ് നമ്മുടെ ഈ ഒരു തിയറിയെ ഇലസ്ട്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് അല്ലേ ഈ സ്ലൈഡ്. ഇതിനകത്ത് പലതും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്.
ഞാന് ഒന്ന് നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് അതിനേക്കാൾ നല്ലത് മൗൾവി പറയുന്നത് തന്നെ അനോട്ടേറ്റ് ചെയ്ത് അത് വായിച്ച് പറയുന്നതായിരിക്കുംന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൗൾവിനെ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോ ഈ ഒരു ജിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാല് ഇതൊരു തരത്തിലൊരു ഒരു എന്താ പറയാ ഒരു റൗണ്ട് അപ്പ് ചെയ്ത് പറയുകയാണെങ്കില് ഒന്ന് ഇപ്പൊ പറഞ്ഞു വന്നതിന് തന്നെ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇൻ പട്രിയാർക്കൽ കൾച്ചർ വിമൻ സ്റ്റാൻഡ്സ് ഇൻ ആസ് ദ സിഗ്നിഫയർ ഫോർ ദ മെയിൽ അതർ. ഒരു മെയിൽ അതറിനുള്ള സിഗ്നിഫയർ ആയിട്ടാണ് സ്ത്രീ അവിടെ ഒരു പട്രിയാർക്കൽ കൾച്ചറിൽ നിൽക്കുന്നത്. ബോൺ ബൈ സിംബോളിക് ഓർഡർ ഇൻ വിച്ച് മാൻ ക്യാൻ ലീവ് ഔട്ട് ഹിസ് ഫാന്റസീസ് ആൻഡ് ഒബ്സഷൻസ് through linguistic command by imposing them on silent image of woman still tied to her place as bearer of meaning, not a meaning maker. അപ്പം ഇത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മൂവിങ് ഓൺ, ഷി ആർഗ്യൂസ് ദാറ്റ് സിൻസ് ഫിലിം is an advanced system of representation, the structure of mainstream film reflects and reinforces the prevailing patriarchy which is structured by the desires of man. അപ്പോൾ എന്താണ്, പുരുഷന്റെ ഇച്ഛകള് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുരുഷന്റെ ഇച്ഛകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പെട്രിയാർക്കി നെയ്തെടുക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് സിനിമയ്ക്ക് ഉള്ളത്. ഇപ്പൊ സിനിമയുടെ ഭാഷയെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പുരുഷന്റെ ഇച്ഛകള് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പട്രിയാർക്കിയാണ് ഫിലിമിന്റെ ലാംഗ്വേജിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ ഫിലിമിന്റെ സിസ്റ്റം ഓഫ് റെപ്രസെന്റേഷനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മൗൾവി പറയുന്നു. Mulvey finds that mainstream film forms depend on two types of visual pleasure. ഒന്ന് സ്കോപ്പോഫീലിയ. സ്കോപ്പോഫീലിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമായിട്ടും വോയറിസം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇറ്റ് ഈസ് derived from the Freud's theory of taking other people as objects through scopophilic gaze and narcissism. Lacan's theory of mirror stage whereby സ്കോപ്പോഫീലിയ എന്ന് പറയുന്ന ആ ടേം വരുന്നത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രോയിഡ്സ് തിയറി ഓഫ് ടേക്കിംഗ് അതർ പീപ്പിൾ ആസ് ഒബ്ജക്ട്സ് ത്രൂ സ്കോപ്പോഫിലിക് ഗെയ്സ്. ഇപ്പൊ സ്കോപ്പോഫിലിക് ഗെയ്സ് എന്നുള്ള ഫ്രോയിഡിന്റെ തിയറിയിൽ നിന്നാണ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്ന ആശയത്തെ മൾവി എടുക്കുന്നത്. അപ്പൊ വിഷ്വൽ പ്ലഷറിന്റെ ഒന്നാമത്തെ സാധനം എന്താണ്? ഒന്നാമത്തെ ടൈപ്പ് ഓഫ് വിഷ്വൽ പ്ലഷർ എങ്ങനെയാണ്? സ്കോപ്പോഫീലിയയിലൂടെയാണ്. അത് മറ്റുള്ള മനുഷ്യരെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കുന്നതിലൂടെ കിട്ടുന്ന സെക്ഷൽ പ്ലഷറാണ് സ്കോപ്പോഫീലിയ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അത് ഫ്രോയിഡിന്റെ തിയറിയിൽ നിന്നാണ് മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ളത്. പിന്നൊന്ന് എന്താണ്? നാർസിസത്തെ ഡിറൈവ് ചെയ്തിരിക്കുന്ന ലഖാന്റെ തിയറിയിൽ നിന്നാണ്. ലഖാന്റെ മിറർ സ്റ്റേജിൽ ഒരാൾ അയാളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ സെൽഫ് ലൈക്ക് ഇമേജിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് നാർസിസത്തിൽ നിന്ന്. അപ്പൊ നാർസിസത്തിൽ നിന്നും സ്കോപ്പോഫീലിയയിൽ നിന്നുമാണ് മെയിൻ സ്ട്രീം ഫിലിം വിഷ്വൽ പ്ലഷറിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. She explains that pleasure derived from these forms of looking can be threatening in context, and it is woman as representation or image that crystallizes this paradox. This is because pleasure in looking has been split between active male and passive female. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അപ്പം ഈ നോക്കപ്പെടുക എന്നുള്ള ഒരു പാസിവിറ്റിയിൽ നിൽക്കുന്നത് ഫീമെയിൽ എന്നുള്ള ഒരു സബ്ജക്ട് പൊസിഷനും ഫീമെയിൽ ഇസ് ബീയിങ് ആൻ ഒബ്ജക്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് സബ്ജക്ട് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? മെയിലാണ്. അത് അങ്ങനെ പ്ലഷർ എന്ന് പറയുന്നത് പ്ലഷർ ഇൻ ലുക്കിംഗ് എന്നുള്ളത് രണ്ടായിട്ട് അവിടെ മുറിഞ്ഞു കിടക്കാണ്. വൺ ഇസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ വൺ ഇസ് ആക്റ്റീവ് മെയിൽ and the another one is passive female. Mulvey explains that not only is this a necessary part of the film form, but the presence of women in film disrupts the narrative by freezing the flow of action in moments of erotic contemplation. ഞാൻ മുമ്പ് ഒരു എക്സാമ്പിളോട് കൂടി പറഞ്ഞു അല്ലെ. അപ്പോൾ ആ എക്സാമ്പിളിനെ മാത്രമായിട്ട് കൺസിഡർ ചെയ്യേണ്ട. അപ്പം ലൈക്ക് ഇറ്റ് ഹാസ് മച്ച് മോർ ഇംപ്ലിക്കേഷൻസ്. പെട്ടെന്ന് പറഞ്ഞ ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു എക്സാമ്പിൾ മാത്രമാണത്. എ കോമൺ വേ ടു റെമഡി ദിസ് പ്രോബ്ലം. ഏത് പ്രോബ്ലം? എന്താണ്? സ്ത്രീയെ അവിടെ ഉൾച്ചേർക്കണം, നറേറ്റീവിനകത്ത് ഉൾച്ചേർക്കണം. എന്തിന്? അവിടെ ഫ്ലോ ഓഫ് ആക്ഷൻ ഡിസ്റപ്റ്റ് ചെയ്യാതെ എന്നാൽ ഇറോട്ടിക് കണ്ടംപ്ലേഷൻ നടക്കുന്ന രീതിയിൽ മുന്നോട്ട് കഥ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
female character play a role within a narrative as an object of desire, thereby uniting her role as object of desire of those in theater with her role on screen. Mulvey also argues that by having male protagonists with whom the audience associates, film narratives are further structured as an active passive patriarchy. അപ്പോൾ എന്താണ്, സ്ത്രീയെ പിടിച്ചിട്ട് ഒരു റോൾ അങ്ങ് കൊടുക്കും. ആ റോള് ചെയ്യുന്നതിലൂടെ ഒരു നറേറ്റീവിനകത്ത് അവരൊരു ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്യും. നമ്മൾ കാണുന്നത് പക്ഷേ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഓഡിയൻസ് കാണുന്നത് ആരുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടായിരിക്കും? ഒരു ആക്റ്റീവ് മെയിലിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടായിരിക്കും കാണുന്നത്. മെയിൽ പ്രോട്ടഗോണിസ്റ്റ് ആയിരിക്കും കഥയെ മുന്നോട്ട് കൊണ്ടുവന്ന് ആ മെയിൽ പ്രോട്ടഗോണിസ്റ്റുമായിട്ടായിരിക്കും ഓഡിയൻസ് അവരവരെ തന്നെ താതാമ്യം ചെയ്ത് കാണുന്നത്. അപ്പോ അവിടെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട്, ഒരു ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ ആയിട്ട് നറേറ്റീവിലുടനീളം നടക്കുന്നു. നമ്മുടെ മെയിൻ സ്ട്രീം സിനിമകളെ, മലയാളം മെയിൻ സ്ട്രീം സിനിമകളെ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ ഈ ഒരു 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 പാറ്റേൺ വളരെ വ്യക്തമായിട്ട് കാണാം. വളരെ സുന്ദരിയായ ഒരു നായിക, ഷീ ഈസ് ഡൂയിങ് നത്തിങ് പ്രൊഡക്റ്റീവ്, ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് ഫില്ലിംഗ് ദ സ്ക്രീൻ വിത്ത് ഹെർ, എന്താ പറയുക, ഒരു ആസ് എൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ. അപ്പോ അവിടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നായകനായിരിക്കും. നായകൻ വളരെ എന്താ പറയാ ശക്തനും ധീരനുമായിരിക്കും. നായകനുമായിട്ടായിരിക്കും ഓഡിയൻസ് അവരവരെ തന്നെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നത്. അവിടെ ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ, നായകന്റെ ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ എന്നുള്ള നിലയിൽ സ്ത്രീ ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടും. അതേ ഒബ്ജക്ടിഫിക്കേഷൻ കാഴ്ചക്കാരന്റെ ഉള്ളിലും നടക്കുകയും ചെയ്യും. That's all. Mulvey finds the tension between these two systems, that of woman as an object upon which to look and of that male protagonist with which to identify women's image, always threatens to evoke the anxiety it originally signified, castration. അപ്പോ ഇവിടെ രണ്ട് തരത്തിൽ Mulvey finds the tension between these two systems in which like അവിടെ ഒന്ന് അവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ലാക്കുള്ള ഒരു മെയിൽ അതർ എന്നുള്ള ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മറ്റൊന്ന് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൽ സെൽഫ് ഉണ്ട്. അപ്പോൾ അവിടെ വുമൺ ആസ് എൻ ഒബ്ജക്റ്റ്, വുമൺ അവിടെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള നിലയിൽ നോക്കി കാണുന്നു. ഒരു മെയിൽ പ്രോട്ടഗോണിസ്റ്റ് അവിടെ നമ്മൾ ഈ സ്ത്രീയിലേക്ക് പുരുഷന്റെ ഫാന്റസികളെ എല്ലാം ആരോപിക്കുക എന്നുള്ളത് വെച്ചാല് അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ എസെൻഷ്യലി പുരുഷന്റെ കാസ്ട്രേഷൻ ആങ്സൈറ്റിയെ കൂടി സ്ത്രീയുടെ ഇമേജിലേക്ക് ആരോപിക്കുക എന്ന് കൂടിയാണെന്ന് Mulvey പറയുന്നു. She argues that to avoid this anxiety, the image of woman can either be viewed with fetishistic scopophilia or sadistic voyeurism. Mulvey finds in films of Hitchcock and Sternberg examples of both. She concludes by arguing cinema builds the way woman is to be looked at into the spectacle self, indicating that cinema is built upon a patriarchal system that promotes the active/passive division of power along with patriarchal lines. അപ്പോൾ ഈ ഒരു എൻറ്റയർ എസ്സേ പോണത് ഈ ഒരു എന്താ പറയാ എങ്ങനെയാണ് ഫെറ്റിഷിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കോപ്പോഫീലിയിലൂടെ അല്ലെങ്കിൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള വോയറിസത്തിലൂടെ വുമൺ ഇമേജിനെ ഒരു പട്രിയാർക്കിയുടെ ഐ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു നിലയ്ക്കാണ് വായന പോകുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് Mulvey മുന്നോട്ട് വെക്കുന്ന ഹിച്ച്കോക്കിന്റെയും സ്റ്റേൺബർഗിന്റെയും സിനിമകളാണ്. എസ്പെഷ്യലി വേർട്ടിഗോ പോലുള്ള സിനിമകളെ നറേറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത്. ഷി കൺക്ലൂഡ്സ് ബൈ ആർഗ്യൂയിങ് ദാറ്റ് സിനിമ ബിൽഡ്സ് ദ വേ വിമൻ ഈസ് ടു ബി ലുക്ഡ് അറ്റ്, എങ്ങനെ സ്ത്രീ നോക്കി കാണപ്പെടണം എന്നുള്ള ഒരു പാറ്റേൺ സിനിമ ബിൽഡ് ചെയ്തെടുക്കുന്നു. ആൻഡ് cinema builds the way women is to be looked at into the spectacle itself, indicating that cinema is built upon a patriarchal system that promotes the active/passive division of power along patriarchal lines. ആ ഒരു എക്സാമ്പിൾ മുന്നിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് വേർട്ടിഗോ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിന്റെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേൺബർഗിന്റെ മൂവീസിന്റെ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. വേർട്ടിഗോ ഹിച്ച്കോക്കിന്റെ സിനിമയാണ്. അപ്പോൾ ഹിച്ച്കോക്കിന്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ വേർട്ടിഗോ ഇസ് എ ക്രിട്ടിക്കൽ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ പ്ലഷർ, ബിക്കോസ് അതിനകത്തൊരു വോയറിസത്തെ
യും അതുപോലെ എങ്ങനെ ഓഡിയൻസ് അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെയും ഇൻകോൾക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീയെ സ്കോട്ടി എന്ന ഒരാള് അയാള് എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്, ആ സ്റ്റോക്കിങ്ങിനെ എങ്ങനെ കാഴ്ചക്കാരനും അതിനകത്ത് ഭാഗഭാക്കാവുന്നു. അപ്പം അയാളുടെ നോട്ടത്തെ എങ്ങനെയാണ് നമ്മൾ പ്രതിക്കൂട്ടി നിർത്താത്തത്, അയാൾക്ക് നോക്കാനായിട്ടുള്ള ഒരു സാധ്യതയെ എങ്ങനെയാണ് നമ്മൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നത്, നമ്മൾ കാഴ്ചക്കാരെന്നുള്ള നിലയ്ക്ക്, സ്പെക്ടേറ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് മൾവി എഴുതുന്നത് എങ്ങനെയാണ്? Mulvey writes in film unwinds in different ways to the presence of the audience, producing for them a sense of separation and playing on their voyeuristic fantasy. അപ്പോൾ ഒരു വോയറിസ്റ്റിക് ഫാന്റസിയെ, കാഴ്ചക്കാരുടെ വോയറിസ്റ്റിക് ഫാന്റസിയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്ഷനാണ് വേർട്ടിഗോ എന്ന് പറയുന്ന സിനിമയിലൂടെ ആര് മുന്നോട്ട് വെക്കുന്നത്, ഹിച്ച്കോക്ക് മുന്നോട്ട് വെക്കുന്നതെന്ന് വിമർശിക്കുന്നുണ്ട് മൾവി. The audience is able to watch private moments that advance unchanged despite their presence. അപ്പൊ എന്താണ് അവിടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്, എന്താ ആ സ്ത്രീയുടെ പ്രൈവറ്റ് ലൈഫിനെ സിനിമയിൽ കാണിക്കുന്നതോടൊപ്പം അവിടെ അതിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരനെ ക്ഷണിക്കുകയും ചെയ്യുക കൂടിയാണ് ആ സിനിമ ചെയ്യുന്നത് എന്നുള്ള ക്രിറ്റിസിസമാണ് മൾവി മുന്നോട്ട് വെക്കുന്നത്. സോ ടു കൺക്ലൂഡ് ദ ക്ലാസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റഡ് സിനിമ എന്ന് പറയുന്ന ലോറ മൾവിന്റെ എസ്സേ ആണ്. അപ്പോ മൾവി ഒരു ബ്രിട്ടീഷ് ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് ആണ്. ഷീ ഈസ് നോൺ ഫോർ ഹെർ എസ്സേ വിഷ്വൽ പ്ലഷേഴ്സ് ആൻഡ് നറേറ്റീവ് സിനിമ. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1973. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 75. പിന്നെ അത് ലേറ്റർ ഇറ്റ് വാസ് ആന്തോളജൈസ്ഡ് ഇൻ മെനി ബുക്സ്, എസ്പെഷ്യലി ഇൻ വിഷ്വൽ ആൻഡ് അതർ പ്ലഷേഴ്സ് എന്നുള്ള ബുക്കിൽ ആന്തോളജൈസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് influenced by the theories of Sigmund Freud and Jacques Lacan. ഫിലിം തിയറിനെ സൈക്കോ അനാലിറ്റിക് ഫ്രെയിംവർക്കിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വായനയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. And it popularized the term male gaze, which was introduced by John Berger. 72 ജോൺ ബർജർ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെയിൽ ഗേസ് എന്നുള്ള വാക്കിനെ വളരെയധികം പോപ്പുലറൈസ് ചെയ്യുകയും ഫിലിം ക്രിറ്റിസിസത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു മൾവി. ആൻഡ് മൾവി സ്കോപ്പോഫീലിയ എന്നുള്ള ആശയത്തെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. സ്കോപ്പോഫീലിയ ഇസ് ഐഡിയ, ഫ്രോയിഡിയൻ ഐഡിയ. അതുപോലെ ഫ്രോയിഡിയൻ ഐഡിയ ഓഫ് ഫാലോസെൻട്രിസം ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മൾവി. എങ്ങനെയാണ് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റം ഒരു വിഷ്വൽ ലാംഗ്വേജിനെ രൂപപ്പെടുത്തുന്നതെന്ന് മൾവി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വോയറിസം, അഗൈൻ ഫ്രോയിഡ്, നാർസിസം, ലഖാൻ. അപ്പൊ അവരുടെ ഈ ആശയങ്ങളെയും കൂടി ഉൾച്ചേർത്തിട്ടാണ് മൾവി പ്ലഷറിനെ പറ്റി സംസാരിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ദ എസ്സേ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സമ്മറി എന്ന പേരിലാണ് കൺക്ലൂഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് സ്ത്രീ ഒരു സിഗ്നിഫയർ മാത്രമായി മാറുന്നത്, എങ്ങനെയാണ് സ്ത്രീയെ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് പരിഗണിക്കുന്ന രീതിയിൽ സിനിമ അതിന്റെ ഫ്രെയിംവർക്കിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ഡിസ്കഷൻ ആണ്. അപ്പം പുരുഷന്റെ ഇച്ഛകളെ, കാമനകളെയൊക്കെ ഒരു സ്ത്രീയുടെ മുകളിൽ ടൈ ചെയ്ത് വെച്ചുകൊണ്ട് സ്ത്രീ ഒരു അർത്ഥത്തിന്റെ ഒരു ബേറർ മാത്രമാണ്, അല്ലാതെ ഒരു അർത്ഥത്തിന്റെ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഉള്ള റോള് കൊടുക്കാതെ അർത്ഥത്തിന്റെ ഒരു ബേറർ ഓഫ് മീനിങ് എന്നുള്ള നിലയിൽ മാത്രമായിട്ട് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ആൻഡ് ഓൾട്ടർനേറ്റീവ് സിനിമയുടെ സാധ്യതകളെ പറ്റിയിട്ട് മൾവി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് എങ്ങനെയാണ് ഇറോട്ടിക് പ്ലഷേഴ്സിനെ ഒരു ഫിലിമിന്റെ ലാംഗ്വേജിലേക്ക് മൾവി ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു പിന്നെ എങ്ങനെയാണ് സൈക്കോ അനാലിറ്റിക് തിയറി ഒരു പൊളിറ്റിക്കൽ വെപ്പൺ എന്നുള്ള നിലയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, പട്രിയാർക്കൽ സൊസൈറ്റിയുടെ അബോധം എങ്ങനെയാണ് ഒരു ഫിലിമിനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് സൈക്കോ അനാലിറ്റിക് തിയറിയിലൂടെ വായിക്കാമെന്ന് മൾവി പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് ഐ ഗെസ്. കൂടുതൽ ഡിസ്കഷന് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ഇറ്റ്സ് എ വെരി വൈഡ്ലി ഡിസ്കസ്ഡ് എസ്സേ. സോ ഫോർ ദ മീൻ വൈൽ വിൽ കൺക്ലൂഡ് ദ ക്ലാസ് ആൻഡ് ഐ വിൽ ഷെയർ ദ നോട്ട്സ് വിത്ത് യു. ഈ ഒരു പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. അത് വായിച്ചിട്ട് എന്തൊക്കെയെങ്കിലും മുന്നോട്ട് പറയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. Thank you so much for patiently listening to me. Thank you. Let's conclude the class, I guess. Okay അല്ലേ? Okay അല്ലേ? Hello. Yes, ma'am.
Okay, shall we conclude? Yes. Thank you. Okay, so uh, feel free to share your thoughts with me. Good night.